കവിത ഓർമ്മയിരിക്കട്ടെ. രചന കരുണാകരൻ പുളക്കുനാട്ട്. ആലാപനം സുഭദ്ര എസ് നമ്പ്യാർ. പാടത്തും പറമ്പിലും അധ്വാനിച്ചിരുന്നവർ, പഠിപ്പും വിവരവും ഏറെയില്ലാത്തോർ പണ്ട്, അച്ഛനമ്മമാരെ തൻ ജീവനേക്കാളും സ്നേഹിച്ചിച്ഛകൾ യഥായോഗ്യം നിർവഹിച്ചവരത്രേ. കൺമുന്നിൽ കാണപ്പെടും ദൈവങ്ങൾ തന്നെ സ്വന്തം അച്ഛനമ്മമാരെന്ന ബോധമുണ്ടായോരവർ, ഇന്നത്തെ തലമുറയ്ക്കാവശ്യത്തെക്കാളേറെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും സുഖസൗകര്യങ്ങളും എത്രയുണ്ടെന്നാകിലും സുസ്ഥിര വരുമാന സ്രോതസ്സുമുണ്ടെന്നാലും പ്രായമേറിയ സ്വന്തം അച്ഛനമ്മമാരോട് സ്ഥായിയാം സ്നേഹം ബഹുമാനമില്ലാതാകുന്നു. എല്ലാരുമെന്നല്ലൊരു ചിലരെങ്കിലും നിത്യം വല്ലാതെ നിന്ദാവചസ്തസ്ത്രമായെയ്യുന്നവർ, പ്രായമേറെയായി പാലു ചുരത്താൻ കഴിയാത്ത കന്നുകാലിക്കൂട്ടത്തെ നടതള്ളും പോലത്രേ വൃദ്ധാലയത്തിൻ നേർക്കു തള്ളുന്നു വൃദ്ധന്മാരെ ജീവനേക്കാളും തങ്ങൾ സ്നേഹിച്ച സ്വന്തം മക്കൾ. ഇന്നു ഞാൻ നാളെ നീ എന്നുള്ളൊരു പഴഞ്ചൊല്ലിന് ഇന്നേറെ പ്രസക്തിയുണ്ടെന്നു നാം ഓർത്തിടണം. വാർദ്ധക്യമെല്ലാവർക്കും ബാധകം ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും വൃദ്ധരായിത്തീരും നമ്മൾ. ഓർക്കുക, ലാളിച്ചിന്നു നാം വളർത്തിയിടുന്നതാം മക്കളും നമ്മെ കണ്ടിട്ടല്ലയോ പഠിക്കുന്നു. അവരിപ്പോഴേ വൃദ്ധസദനം നിങ്ങൾക്കായി നോക്കി വയ്ക്കുമെന്നതിനില്ല സംശയം തെല്ലും. നാളെ ഇങ്ങനെ വൃദ്ധസദനം പോകാൻ നമുക്കുണ്ടായില്ലവസരം എങ്കിലൊന്നോർത്തിയിടുക. ഉണ്ടാക്കല്ലേ ഈ ഗതി എൻ്റെ പൊന്മക്കൾക്കെന്ന അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയൊന്നേ മൂലം. മക്കൾ നൽകിയിടും കണ്ണീർ തൊണ്ടയിൽ തങ്ങുമ്പോഴും നന്മ നേരുന്നു ജന്മം നൽകിയോർ സുഹൃതികൾ. മക്കൾ നൽകിയിടും കണ്ണീർ തൊണ്ടയിൽ തങ്ങുമ്പോഴും നന്മ നേരുന്നു ജന്മം നൽകിയോർ സുഹൃതികൾ.